എന്റെ മൊബൈലിൽ ചേച്ചി മുറ്റാണെന്താണല്ലോ നിങ്ങൾ ഇരിക്കണ്ടാവില്ലേ എന്തിനാണ് നമ്മുടെ സോബസേസി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത്. ചേച്ചി പൈസ കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഫോട്ടോ എടുത്തു, അതല്ലെങ്കിൽ വീഡിയോ എടുത്തു. ചേച്ചി നൈസായിട്ട് പോയിട്ട് ഇപ്പോൾ ഇന്ന് എന്താ പറയുക, ഈ നിശബ്ദ പ്രചരണത്തിന് പറ്റിയ ദിവസമാണല്ലോ. അപ്പോൾ ഇന്ന് ചേച്ചി ചെറുതായിട്ട് ഇറങ്ങി കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു 5000 ഉറുപ്പ്യ വെച്ചിട്ട് എല്ലാവരും കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് വോട്ട് നമുക്ക് തന്നെ വേണേ എന്നുള്ള ഫോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഏതോ പ്രവർത്തകർ ഏതോ വഴിക്ക് പോകുമ്പോൾ എന്താ അവിടെ ഒരു തിരക്ക് എന്നുള്ളത് പോയി നോക്കിയപ്പം ചേച്ചിയാണ് അതിൻ്റെ മുഖ്യ പ്രതി. പാലക്കാട് കണ്ണാടിയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇത് കണ്ട് ചേച്ചി ആകെ അലമ്പാക്കി. എൻ്റെ അമ്മേ ചേച്ചി എമ്മാതിര ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ചേച്ചി, നിന്റെ കാരണം ഞാൻ പൊളിക്കടാ, അതിനെ അടിച്ച് ഞാൻ തൂക്കടാ, നേക്കടാ മറ്റടാ വർച്ചടാ എന്ന് പറഞ്ഞിട്ട് ടാനി കോണം സംഘി കോണം അവിടെ കാണിച്ചിട്ടുണ്ട്. ഏതായാലും വീഡിയോ കുറച്ച് കണ്ടു നോക്കും, ഭയങ്കര രസമാണ്. ചേച്ചിൻ്റെ ഭീഷണിപ്പെടുത്തലുകളൊക്കെ ഉണ്ടല്ലോ, പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ, അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തി വയ്ക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ജീമാരിങ്ങനെ ഓരോ വട്ടം വരുമ്പോൾ എവിടെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക പൈസ. അതാ കേട്ടത്. ഏതാണെങ്കിൽ ആ ഇറക്കിയ പൈസ മാക്സിമം ഇതുപോലെ വോട്ട് വാങ്ങാൻ നമ്മുടെ BJP അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവാണ് ചേച്ചി കൊടുക്കുന്ന ചേച്ചിനെ അല്ലെങ്കിൽ ചേച്ചിനെ പിടിച്ചപ്പം ചേച്ചിയുടെ പ്രതികരണം കണ്ടോ. ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. പൈസ നൈസായിട്ട് പോയിട്ട് ആ പാവം അമ്മച്ചിൻ്റെ കയ്യിൽ ഒരു 5000 ഉറുപ്പ്യ വെച്ചെടുത്ത്. ഇപ്പുറത്ത് നിന്നത് കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്, പാവം ചേച്ചിമാരും അറിഞ്ഞില്ല. അങ്ങനെ കൊടുത്ത് ഇങ്ങനെ നൈസായിട്ട് അവിടുത്തെ പോകുമ്പം ഒന്നും ചെയ്തില്ല. അപ്പന്മാരങ്ങ് പിന്തുടർന്നു വിത്ത് ഫോട്ടോ. ആരൊക്കെ അവിടെ ഉണ്ട്, ഏതൊക്കെ നേതാക്കൾ അവിടെ വന്നാണ് എന്ന് കാണിക്കുന്ന വിത്ത് വീഡിയോസാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കാണും. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസെന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാർഡ് അതാണ് തേങ്ങൽ എവിഡൻസ്. അങ്ങനെ എവിഡൻസ് ഇങ്ങനെ ഉണ്ടാക്കല്. ഞങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ഫോട്ടോ ഒന്നും എടുക്കില്ല. എൻ്റെ റീൽ എടുക്കാൻ പറ്റുമോ? ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ വേണ്ടേ? എൻ്റെ ഫോട്ടോ എടുക്കണോ? മറ്റേ ചോദിച്ചോ അല്ലേ, ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ വേണ്ടേ? അപ്പോൾ ഇത്രയും ദിവസം ചേച്ചിൻ്റെ റീൽ ഇവിടുന്ന് എടുക്കുന്നു, താഴെ എടുക്കുന്നു, മേലെ എടുക്കുന്നു, അണ്ണാക്കുന്ന എടുക്കുന്നു, എവിടെ നിന്നൊക്കെ റീൽ എടുത്തിട്ട് ഏതൊക്കെ റീലുകളാണ് ചേച്ചി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും പ്രശ്നമില്ലാത്ത പ്രശ്നം ഇന്ന് പൈസ കൊടുത്തപ്പം റീൽ എടുത്തപ്പം അത് എൻ്റെ ഫോട്ടോ അല്ലേ, എൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കുക, എന്തൊക്കെ കൺസേൺസാണ്. ഇന്നലത്തൊക്കെ ചേച്ചീൻ്റെ ഒക്കെ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഏമാതിരി റീലുകളെ ചേച്ചി. അത് കണ്ടപ്പോൾ ഇങ്ങനെ കോരിത്തരിച്ച് പുളകം കൊണ്ട് നടക്കുന്ന സംഖ്യകളാണ് ഈ പാലക്കാട്ട് മൊത്തം ഉള്ളത്. അപ്പോൾ കൂട്ടത്തിൽ പൈസയും കൂടെ കൊടുക്കുന്നത് കൂടെ കണ്ടിട്ട് കുറച്ച് സംഖ്യകളും കൂട്ടത്തിൽ കുറച്ച് കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ കുറച്ച് CPM-മാരൊക്കെ ഒന്ന് പുളകം കൊള്ളട്ടെ. ചേച്ചി ഇറങ്ങി കൊടുക്കില്ലേ പൈസ? വെറുതെട്ടാണോ? കൊടുക്കന്നല്ലേ, കോനാട്ടന്ന് കൊടുക്കുകയാണ്. ഇന്നൊരു ദിവസം ഏകദേശം കുറച്ച് കോടികൾ പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇവന്മാർ പൊട്ടിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവന്മാർക്ക് സീറ്റ് കിട്ടും, ഞങ്ങൾ പിടിക്കും, ഞങ്ങൾ വട്ടിക്കും എന്നൊക്കെ പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. പൈസ അങ്ങോട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തു. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ നമ്മൾ കിറ്റ് കൊടുത്ത് കേട്ടു. ചോദിക്കാൻ വന്ന ദേവനെ പോലത്തെ ചൊറിയന്മാർ കടന്നിട്ട് ആവേശം കൊള്ളുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇവന്മാർക്ക് ഇതിനേ പറ്റുള്ളൂ. കുറേ വർഗീയത പറയണം, കുറേ ടിപ്പു സുൽത്താൻ്റെ പേര് വെക്കണം, കുറേ പാകിസ്ഥാൻ്റെ പേര് വെക്കണം, കൂട്ടത്തിൽ ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ ഗുരുവായൂർ MLA-മാർ ഹിന്ദുക്കൾ തന്നെ ആവണം. ഇമാതിരി വർത്താനല്ലാണ്ട് എവിടെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ് കൊണയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ചങ്കികളെ കണ്ടിട്ടില്ല. ഇനി ചേച്ചിയുടെ മൂർധന്യാവസ്ഥയിലോട്ട് പോകുന്നുണ്ട്, അതും കൂടെ കാണും. എന്റെ മൊബൈലിൽ നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാണാണ്.
എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യമില്ല. അല്ല നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ മൊബൈലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നല്ലോ. അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ട് എന്താ നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കിയത്? നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല നിങ്ങളിപ്പോ അതിനോട് സംസാരിക്കും. നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. നിങ്ങൾ ചെയ്തോളി. ആയിക്കോട്ടെ. എന്റെ മൊബൈലിൽ അതൊന്നും നടക്കില്ല. ഇനി ചെയ്യരുത് കേട്ടാ. അല്ല എന്തായാലും അത് കൊടുക്കണ്ട. ഇങ്ങനെയുണ്ട്. ഇനിയെങ്കിലും എൻ്റെ പൊന്നു നാട്ടുകാരെ, നിങ്ങൾ ഈ ചങ്കികളെ മനസ്സിലാക്കണം. അത് ചങ്കിയാണെങ്കിലും ചങ്കിയുടെ നേതാക്കളാണെങ്കിലും ഒക്കെ ഈ ചങ്കിത്തരം കാണിക്കും. അതിലൊരു മാറ്റവന്മാർ കാണിക്കൂല. പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ നാട്ടുകാർ അറിഞ്ഞ് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ചങ്കിയൊക്കില്ല. നാടിനെ കുട്ടിച്ചോറാക്കുക എന്നുള്ളത്. ചങ്കിയൊക്കെ ആരെങ്കിലും അറിഞ്ഞ് വോട്ട് ചെയ്യും. ചങ്കി ഇതേപോലെ കുറേ വർഗീയത പറഞ്ഞ് കുറേ അന്തം മൂത്ത അല്ലെങ്കിൽ വർഗീയത മൂത്ത കുറേ എണ്ണം വോട്ട് ചെയ്യും. പിന്നെ ഇതേപോലെ പൈസ കൊടുത്ത കുറേ പാവങ്ങൾക്ക് പൈസ കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കും. ഇതല്ലാണ്ട് ചങ്കിനെ കൊണ്ട് ഒരു രക്ഷയില്ല നമ്മുടെ നാട്ടിൽ. ഇനി എവിടൊക്കെ ഏതൊക്കെ കള്ള വോട്ടാ കുത്തിക്കയറ്റി ചങ്കി നമുക്കറിയില്ല. എവിടെയെങ്കിലുമൊക്കെ കയറ്റിയിട്ടുണ്ടാവും. സുരേഷ് ഗോപിക്ക് കൊല്ലത്തും കോട്ടയത്തും കോഴിക്കോടും അല്ലെങ്കിൽ തൃശ്ശൂരും ഒക്കെ വോട്ടുള്ള പോലെ ഈ സകല ചങ്കിയേക്കും കേരളത്തിൽ സകല ഭാഗത്തും വോട്ടും ഉണ്ടാവും. ഇവന്മാർ ഈ പറഞ്ഞ കള്ള വോട്ട് മൊത്തം കുത്തിക്കയറ്റും. EVM എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയില്ല അതൊക്കെ അവന്മാർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്കൊരു വിചാരം ഉണ്ടായിരുന്നു കേരളത്തിലെ ആൾക്കാർക്ക് ഇവിടെ കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല. നമ്മൾ സാക്ഷരത മൂത്ത് കൊടി കുത്തിയിരിക്കുന്ന വലിയ പ്രബുദ്ധരല്ലേ. അപ്പം നമുക്ക് ഇവിടെ അങ്ങനെ നടക്കൂല. EVM നടക്കൂല. ഇവിടെ അത് നടക്കും. ഇവിടെ എല്ലാം നടക്കും. ഈ സമയം കൊണ്ട് ഈ കോൺഗ്രസ്സുകാരെയും ഈ മറ്റേ LDF UDF മൊത്തം മൂഞ്ചിച്ച് ഇവന്മാർ കയറ്റാനുള്ളതൊക്കെ കയറ്റിയിട്ടുണ്ടാവും. അത് വോട്ടുമായിട്ട് കയറ്റിയിട്ടുണ്ടാവും. അതല്ലാണ്ട് കയറ്റേണ്ടതൊക്കെ കയറ്റിയിട്ടുണ്ടാവും. ഇനി ഇതൊക്കെ എങ്ങനെ ഏതെങ്കിലും എന്തോ ഒരു ഭാഗ്യത്തിന് അവിടെ നിന്നും ഇവിടുന്ന് കിട്ടുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടുകൊണ്ട് ഇത്രയെങ്കിലും കാണിക്കാനായി. ഇത് ഒരു നേതാവിൻ്റെ കാര്യം. ഇതുപോലെ കേരളത്തിൻ്റെ സകല സ്ഥലത്തും എത്ര BJP നേതാക്കൾ ഇങ്ങനത്തെ ഏതൊക്കെ തേർഡ് റേറ്റ് പരിപാടികൾ കാണിച്ചിട്ടുണ്ടാവും. എല്ലാം കാണിച്ചിട്ടുണ്ടാവും. ഇമാതിരി എല്ലാ ഓളത്തരും ഉമ്മാർ കാണിക്കും. ഇന്നലെ നമ്മൾ കണ്ടല്ലോ അല്ലേ. കിറ്റ് കൊടുക്കണം നമ്മൾ കണ്ടു. കിറ്റ് കൊടുത്തിട്ടും പൈസ കൊടുത്തിട്ടും കുറേ വർഗീയത കുത്തിക്കയറ്റിയിട്ടും ഒട്ടകം കോവാലിനെ പോലത്തെ അങ്ങനത്തെ ഒരുപാട് കോവാലന്മാരുള്ളൊരു പാർട്ടിയാണത്. ആ പാർട്ടി ജയിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു അതിശയം വേണ്ട. ഇപ്പോൾ നേമത്ത് ജയിക്കും, വട്ടിയൂർക്കാവ് ജയിക്കും, മറ്റേത് ജയിക്കും, ഇത് ജയിക്കും, മഞ്ചേശ്വരം ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പൈസ ഒഴുക്കിയിട്ടുണ്ടാവുമാർ. കോടികൾ അവിടെ ഒഴുക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ കിട്ടുന്ന പൈസയിൽ പാവങ്ങൾ അറിയാണ്ട് പോയി കുറച്ചൊക്കെ വോട്ടും ചെയ്യും. ഏതാണെങ്കിലും കണ്ടല്ലോ കേട്ടല്ലോ. നാളെ വോട്ട് ചെയ്യുമ്പം ഒന്ന് കണ്ടറിഞ്ഞ് കണ്ണ് തുറന്ന് മനസ്സ് തുറന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിരുത്തി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലത്. അതല്ലെങ്കിൽ ഇവന്മാർക്ക് നല്ലത്. ശരി.